ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ഹാഷ്മിയുടെ ഇൻട്രോയിലടക്കം നിങ്ങളുടെ ഇവിടുത്തെ ചാനലിൽ ഇവിടെ ഈ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് ദാ കണ്ടില്ലേ ഉത്തരേന്ത്യ ഭീകര സംസ്ഥാനം, അതാണ് ഇതാണ്, അത് ഭീകര ഭരണമാണ് എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയാറില്ലേ? ഈ അവകാശം വായിലെ നാവ് നിങ്ങൾക്ക് മാത്രമല്ല ഹാഷ്മി. എവിടെ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനോഹരം ബാക്കിയുള്ളതെല്ലാം നിങ്ങളടക്കം ഹാഷ്മിയുടെ ഈ നിങ്ങളുടെ ഈ 24ന്റെ പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഉത്തരേന്ത്യ ഭീകര സംസ്ഥാനമാണെന്ന് പറഞ്ഞ അവർ ഒറ്റ വിഷയം ചൂണ്ടിക്കാണിക്കാവോ? ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനം ഭീകര സംസ്ഥാനമാണ്, ഈ കേരളത്തെ പറയുന്ന ഈ പറഞ്ഞ വൃത്തിയോട് പോലെ പറഞ്ഞ ഒരു ഒറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാവോ വ്യാജമായിട്ട്? മുസ്ലിങ്ങൾ നിങ്ങളുടെ ആർക്കൈവ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. അവിടെ പറയുന്നത് ഗുജറാത്ത് ഭീകര ഭരണമാണ്, അവിടെ മരണത്തിന്റെ വ്യാപാരിയാണ്, അത് വ്യാപാരികളാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ നിങ്ങൾ വളരെ ശക്തമായ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ പ്രചരണം നടക്കുന്നുണ്ട് ഹാഷ്മി. അപ്പൊ ഈ അവകാശം എന്ന് പറയുന്നത് വായിലും നാവും നിങ്ങൾക്ക് മാത്രമല്ല, വ്യാജമല്ല, വാർത്തയാണ്. അവർക്കുണ്ട്. ഗുജറാത്തിൽ ഒരു വംശഹത്യ നടന്നു, അത് വാർത്തയാണ്. പെഹലുഖാനെ നേരത്തെ ബ്രിട്ടാസ് അഖിലാഖിനെ അടിച്ചു കൊന്നു, ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാണ്. പെഹലുഖാനെ അടിച്ചു കൊന്നു, ബീഫിന്റെ പേരിലാണ്. റക്ബർ ഖാൻ, അലിമുദ്ദീൻ അൻസാരി, കാസിം ഖുറേഷി, മഹാരാഷ്ട്രയിലെ റിയാസും സിറാജും ബീഫിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. ഇക്കഴിഞ്ഞ ക്രിസ്മസിന് BJP നേതാവടക്കം ക്രൈസ്തവർക്കെതിരെ കാട്ടിക്കൂട്ടിയ പേ ആക്രമണങ്ങൾ വ്യാജമാണോ? അത് വാർത്തയാക്കും. അതുപോലെയാണ് ഈ കള്ളം പറയൽ, പുറപ്പാണ്ട പറയൽ. ഒരാദിവാസിയെ ഭക്ഷണത്തിന്റെ പേരിൽ, ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ആദിവാസിയെ തല്ലിക്കൊന്ന ഈ കേരളം ആദിവാസി വിരുദ്ധമാണോ? ആണോ? അങ്ങനെ എത്ര ക്രൈംസ് കേരളത്തിൽ നടക്കുന്നു? എത്ര ക്രൈമുകൾ കേരളത്തിൽ നടക്കുന്നു? ഇവിടെ അമ്പലക്കൊള്ള നടക്കുന്നു. അല്ലല്ല ഷാബു, ഇല്ല ഷാബു, താങ്കൾ പറയാൻ ഇത് മൊത്തം വ്യാജ വാർത്തയാണ്. ഒറ്റ വ്യാജ വാർത്ത പറ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മോശമാണ് ചിത്രീകരിക്കാൻ പറഞ്ഞ ഒരൊറ്റ വ്യാജ വാർത്ത പറ. ഈ കേരള സ്റ്റോറി കള്ളക്കഥ പോലെ. അങ്ങനെ അത് തന്നെ പറഞ്ഞ വാർത്തയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. വാർത്തയെ വളച്ചൊടിച്ച് നിങ്ങളുടെ സൗകര്യത്തിന് വളച്ചൊടിച്ച് ഒരു വാർത്ത പറയൂ ഷാബു. പ്രചരണം നടത്തുന്ന കാര്യം